തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ നിഷേധമെന്ന പരാതിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു. എല്ലാവരും സിസ്റ്റത്തിന്റെ ഇരകളാണെന്നും ആരോഗ്യവകുപ്പിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്നും PC വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. 2 പിഞ്ചു മക്കളുടെ അച്ഛനാണ്. ഒന്ന് തുറക്കൂ, ദയവായി രക്ഷിക്കൂ. കൂട്ടുകാരാ, ഞാൻ എലിവിലിൽപ്പെട്ട അവസ്ഥയിലാണ്. എനിക്ക് മരണം സംഭവിച്ചാൽ നീ എൻ്റെ ഈ ശബ്ദം പുറത്തുവിടണം. 3 അമ്മേ, എൻ്റെ ഒരു കൈ എവിടെ പോയി? ഇവിടെ വരുമ്പോൾ എനിക്ക് 2 കൈ ഉണ്ടായിരുന്നല്ലോ. അമ്മേ, എൻ്റെ കൈ എവിടെ പോയി? മറുപടി പറയാൻ കഴിയാതെ ഒരമ്മ ഹൃദയം പൊട്ടി കരയുന്നുണ്ടായിരുന്നു. സാർ, ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഇരകളായ 3 പേർ പറഞ്ഞ വാക്കുകളാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെതെന്ന് ഭരണപക്ഷം. ചികിത്സ കിട്ടാതെ രോഗികൾ മരിച്ചത് UDF കാലത്തെന്നാണ് ഭരണപക്ഷത്തിന്റെ മറുപടി. കേരളത്തിലെ ആരോഗ്യരംഗത്തെ പുരോഗതിയെയും നേട്ടങ്ങളെയും മറച്ചുവെക്കാൻ വേണ്ടി ബോധപൂർവമായി നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാദങ്ങളെയും നമുക്ക് കാണാനാകുന്നത്. കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഒന്നും തന്നെ നാളിതുവരെ ചികിത്സക്കിടയിൽ രോഗികൾ ആരും മരിച്ചിട്ടില്ല. പ്രൈവറ്റ് ആശുപത്രികളിൽ മരിച്ചിട്ടില്ല. ഇതൊക്കെ ആവേശപൂർവ്വം പറയുമ്പോൾ UDF ഭരിച്ചൊരു കാലം കൂടി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറന്നുപോകരുത്. അന്ന് ആരോഗ്യ രംഗത്തെ നില എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണല്ലോ, വിവരങ്ങൾ. ഉമേഷ്. ഉന്മേഷ ചർച്ച എപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ 13 പേർ, അതായത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 13 പേർ സംസാരിക്കാനുണ്ട്. അതിലിപ്പോൾ ഇനി ബാക്കിയുള്ളത് 4 പേരാണ്. അതിനുശേഷം മന്ത്രിമാരുടെ മറുപടിയാണ്. 20 മിനിറ്റാണ് മന്ത്രിമാരുടെ മറുപടി. കൂടുതലും ആരോഗ്യമന്ത്രി തന്നെയായിരിക്കും മറുപടി പറയാൻ സാധ്യത. പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് ആരോഗ്യവകുപ്പിന്റെ വിവിധ വീഴ്ചകൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വിഷയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി നടന്ന ചികിത്സാ പിഴവിന്റെ ഇരകൾ, അവരെയെല്ലാം സിസ്റ്റം കൊന്നതാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമായിരുന്നു PC വിഷ്ണുനാഥ് നടത്തിയത്. അതിനുശേഷം നടൻ സംസാരിച്ചപ്പോഴും രൂക്ഷ വിമർശനം ആരോഗ്യവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും എത്തി. ഇപ്പോൾ നടക്കുന്ന അഹങ്കാരവും ആക്ഷേപവുമാണ്. തിരുത്താൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ തിരുത്തുക. ആരോഗ്യ മേഖലയിലെ പിഴവുകൾ തിരുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. അത് ഉൾക്കൊണ്ട് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തുക എന്നുള്ള വിമർശനമാണ് നടൻ നടത്തിയത്. എന്നാൽ ഭരണപക്ഷത്ത് നിന്ന് ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പ്രതിരോധം. ഓരോ വിഭാഗത്തിലെയും ഈ നേടിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും പുരസ്കാരങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നുണ്ട്. ഈ നേട്ടങ്ങൾ മറച്ചുവെക്കാനും അതിന്റെ ശോഭ കെടുത്താനും വേണ്ടിയുള്ള ശ്രമമാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ നടത്തുന്നത് എന്നുള്ള ആരോപണവും ഭരണപക്ഷം നടത്തുന്നുണ്ട്. എന്തായാലും മന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രസംഗം ഇതിൽ ഏറ്റവും നിർണായകമാണ്. പ്രതിപക്ഷ നേതാവിന് 5 മിനിറ്റാണ് ഇതിൽ സംസാരിക്കാൻ അവസരമുള്ളത്. അതിനുശേഷം മന്ത്രി മറുപടി നൽകും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.